ഇതുവരെ വായിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പുസ്തകങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ആസിഫിന്റെ പരകായം. ദർശൻ, മാത്യൂസ്, അരുൺ ഈ മൂന്നുപേരാണ് പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സൈക്യാട്രിസ്റ്റായ ദർശന്റെ ഭാര്യയാണ് നീന. ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം പൂർണ്ണമായും അനാഥനായി മാറിയ ദർശനെ വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നീന വിവാഹം ചെയ്യുകയായിരുന്നു. അന്ന് അവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നത് ദർശന്റെ ഉറ്റ സുഹൃത്തും നീനയുടെ സഹോദരനുമായ മാത്യൂസ് മാത്രമായിരുന്നു. സന്തോഷവും പ്രണയവും നിറഞ്ഞ ദാമ്പത്യ നാളുകളിലൊന്നിൽ നീന ദർശനെ വിളിക്കുകയും വൈകുന്നേരം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. സർപ്രൈസ് എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയോടെ വീട്ടിലേക്ക് എത്തുന്ന ദർശൻ കാണുന്നത് വാതിൽ തുറന്നു കിടക്കുന്നതാണ്. വാതിലിന്റെ പൂട്ട് പൊളിഞ്ഞ നിലയിലായിരുന്നു. ആശങ്കയോടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ദർശനെ സ്വാഗതം ചെയ്യുന്നത് വരണ്ട മഞ്ഞ വെളിച്ചമായിരുന്നു. ആ മഞ്ഞ വെളിച്ചത്തിൽ അവൻ കാണുന്നത് കൈകൾ പിന്നിലേക്ക് കെട്ടി കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നീനയാണ്. അവളുടെ ദേഹമാസകലം ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളിൽ നിന്നെല്ലാം ചോര വാർന്നൊഴുകി ആ മുറിയിൽ എല്ലായിടത്തും തളം കെട്ടി നിന്നിരുന്നു. വേദനയോടെ അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ദർശൻ പിന്നിൽ നിന്ന് തലയ്ക്കടിയേറ്റ് താഴേക്ക് വീഴുന്നു. അബോധാവസ്ഥയിൽ അവൻ അവസാനമായി കേൾക്കുന്ന നീനയുടെ ഞരക്കവും ദർശൻ എന്ന വിളിയും മുഖം വ്യക്തമല്ലാതെ കാണുന്ന കൊലയാളിയുടെ രൂപവും എന്നേക്കുമായി ദർശന്റെ മനസ്സിൽ പതിയുന്നു. 9 മാസക്കാലത്തോളം നീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദർശൻ ജയിലിൽ കഴിയേണ്ടി വരുന്നു. തുടർന്ന് മറ്റൊരു പെൺകുട്ടിയും കൂടി ഇതേ വിധത്തിൽ കൊല ചെയ്യപ്പെടുന്നതോടെ ഒരു സൈക്കോ സീരിയൽ കില്ലറിന്റെ സാന്നിധ്യം പോലീസും ജനങ്ങളും സംശയിച്ചു തുടങ്ങുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദർശനെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെടുന്നതോടെ പോലീസിന് ദർശനെ ജയിൽ മോചിതനാക്കേണ്ടി വരുന്നു. മൂന്നാമതൊരു പെൺകുട്ടി കൂടി സമാനമായ വിധത്തിൽ കൊല ചെയ്യപ്പെടുന്നതോടെ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ദർശൻ നീനയുടെ കൊലപാതകിയെ സ്വയം കണ്ടെത്താൻ തീരുമാനിക്കുന്നു. അതിന് ദർശനെ സഹായിക്കാൻ വേണ്ടി മാത്യൂസും അരുണും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും ചേർന്ന് നടത്തുന്ന അന്വേഷണമാണ് ഈ പുസ്തകത്തിന്റെ ഭൂരിഭാഗവും നിറയുന്നത്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ദർശൻ കൊലയാളിയുടെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാൻ നടത്തുന്ന ഒരു പരകായ പ്രവേശമാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൽ വരുന്നത്. കഥയുടെ തുടക്കവും ആദ്യ പകുതിയും മന്ദഗതിയിലാണ് പോകുന്നതെങ്കിലും തുടർന്ന് രണ്ടാം പകുതി എത്തുന്നതോടെ ആവേശകരമായ സംഭവ വികാസങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും പ്രവചനാതീതമായ ഒരു ക്ലൈമാക്സിലെത്തി നിൽക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഒരു സൈക്കോളജിക്കൽ ക്രൈം ഫിക്ഷൻ പുസ്തകം പൂർണ്ണമാകുന്നത് അതിലെ സൈക്കോ കില്ലറിനെ അങ്ങനെ ആകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നിയേക്കാവുന്ന കാരണങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുമ്പോഴാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തുടക്കക്കാരനായ എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുത്തിലെ അപാകതകൾ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു എങ്കിൽ തന്നെയും കഥയുടെ സങ്കീർണത വായനാനുഭവത്തെ മികച്ചതാക്കി തന്നെ നിലനിർത്തി. ഇനിയും മികച്ച പുസ്തകങ്ങൾ എഴുതാൻ എഴുത്തുകാരന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ പുസ്തകങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ പുസ്തകം നിങ്ങൾ വായിച്ചതാണോ? എങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?